ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുകയാണോ? ഇന്ത്യക്ക് മേൽ അമേരിക്കൻ ഉപരോധം വരുമോ? തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകളാണോ? നമുക്ക് പരിശോധിക്കാം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലും സജീവമാക്കുമ്പോൾ ഇന്ത്യക്ക് കാലങ്ങളായി ആയുധ സാങ്കേതിക സഹായങ്ങൾ നൽകി വരുന്ന റഷ്യയെ ചേർത്ത് നിർത്തുകയാണ് ഇന്ത്യ ചെയ്തു വരുന്നത്. റഷ്യയുമായി തന്ത്രപ്രധാന മേഖലകളിലെല്ലാം ഇന്ത്യ സഹകരണം തുടരുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും യുദ്ധവിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും ഉൾപ്പെടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയുധങ്ങളും മറ്റും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അതാവട്ടെ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതുമല്ല. എന്നാൽ സൗഹൃദ രാജ്യമായ അമേരിക്ക ഈ ബന്ധത്തിൽ ഏറെ അസ്വസ്ഥരാണ്. റഷ്യയിൽ നിന്നും എണ്ണയും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യരുത് എന്നാണ് അമേരിക്ക പുതിയ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യക്ക് ഇന്ത്യ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു എന്ന ഗുരുതര ആരോപണം കൂടി ട്രംപിൻ്റെ വിശ്വസ്തനും സഹായിയും വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫുമായ സ്റ്റീവ് മില്ലർ ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ടാക്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതികാരമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നതും ഇന്ത്യ തന്നെ. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഒരു വേള ഇന്ത്യ ഈ വാങ്ങൽ അവസാനിപ്പിച്ചു എന്ന സൂചനകളുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇന്ത്യൻ അധികൃതർ നൽകിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വ്യാപാര ഭീഷണികൾ തുടരുന്നതിനിടെ ഇന്ത്യയും അമേരിക്കയുടെയും അടുത്ത നീക്കങ്ങൾ എന്താണ് എന്ന് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. കേവലം റഷ്യയിൽ നിന്നുള്ള ആയുധ എണ്ണ ഇറക്കുമതി മാത്രമല്ല ഇന്ത്യക്ക് മേൽ അമേരിക്ക കണ്ട പ്രധാന പ്രശ്നം എന്നത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനം റഷ്യയ്ക്കും ചൈനയ്ക്കും ബ്രസീലിനും സൗത്ത് ആഫ്രിക്കയ്ക്കും ഒപ്പം ചേർന്നുകൊണ്ട് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യ എന്നതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രിക്സിലെ മുമ്പന്മാരായ 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മറ്റുള്ളത് റഷ്യയും ചൈനയുമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് ഈ പറയപ്പെടുന്ന റഷ്യയും ചൈനയും. ചൈനക്ക് വാണിജ്യ പ്രശ്നമാണ് അമേരിക്കയോടുള്ളതെങ്കിൽ റഷ്യക്ക് ആയുധപരവും യുദ്ധപരവും അതോടൊപ്പം തന്നെ ഉക്രൈനുമായുള്ള യുദ്ധവും യൂറോപ്പിൻ്റെ ഭീഷണിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇന്ത്യക്കാവട്ടെ അടുത്ത കാലത്ത് അമേരിക്കയും ട്രംപും കൈക്കൊള്ളുന്ന ഇന്ത്യ വിരുദ്ധ നടപടികളിൽ അവയൊന്നും പക്ഷേ സ്വീകാര്യമാകുന്നവയും അല്ല. ട്രംപ് ഈ കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അതിനെ മറികടക്കാൻ പ്രയാസമുണ്ടാകും. ഈ പ്രയാസമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടായ്മക്ക് അവരുടേതായ ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ രാജ്യങ്ങൾ കൈക്കൊണ്ടതാണ് ഡോളറിന് മേലുള്ള വ്യാപാരങ്ങൾ അവസാനിപ്പിക്കുകയും പകരം ബ്രിക്സിന് മാത്രമായി അഥവാ ബ്രിക്സ് കൂട്ടായ്മക്ക് മാത്രമായി പുതിയ കറൻസി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത്. നിലവിൽ ഈ ബ്രിക്സ് കൂട്ടായ്മ തുടങ്ങിയപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ തുടങ്ങിയ 5 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നതിലെ അംഗത്വ രാജ്യങ്ങളുടെ എണ്ണം 10ആയി. UAE ഉൾപ്പെടെ ഈ രാജ്യങ്ങളിൽ ഉണ്ട് എന്നത് നമ്മൾ എടുത്തു പറയണം. ഈ 10 രാജ്യങ്ങൾക്ക് പുറമെ ബ്രിക്സിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനേകം രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ യൂറോപ്പിലെ തന്നെ മറ്റു യൂറോപ്യൻ യൂണിയനിൽ നിന്നും അംഗമല്ലാത്ത രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ചേരുന്നതിന് വേണ്ടിയുള്ള വലിയ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ബ്രിക്സ് ഒരുപക്ഷെ നാറ്റോയേക്കാൾ വലിയ ശക്തിയായി, യൂറോപ്യൻ യൂണിയനേക്കാൾ വലിയൊരു ശക്തിയായി അവതരിപ്പിക്കപ്പെടുമോ എന്നൊരാശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇങ്ങനെ വന്നാൽ ഡോളറിനെ ആശ്രയിക്കുന്നത് ഈ രാജ്യങ്ങളൊക്കെ നിർത്തുകയും ഏത് ഉപരോധത്തേക്കും മറികടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അവരുടെ കൂട്ടായ്മ വളരുകയും അവരുടെ വ്യാപാര ബന്ധങ്ങൾക്കൊരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം സംജാതമായാൽ ഡോളറിന് മൂല്യം ഉണ്ടാകില്ല എന്നതാണ് അമേരിക്കയുടെ പ്രശ്നം. ഡോളറിന് മൂല്യമില്ലാത്ത ഒരു അമേരിക്ക എന്ന് പറഞ്ഞത് പല്ല് പോയ ഒരു സിംഹത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യം മാത്രമായി മാറും. അങ്ങനെ വന്നാൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാകുമെന്നൊരു ആശങ്ക അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ആഗോള സാമ്പത്തിക രംഗത്ത് വിലയിരുത്തുന്ന ആളുകളും അമേരിക്കക്ക് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡോളറിന് നേരെയുള്ള നീക്കങ്ങളെ എതിർക്കുമെന്ന് ട്രംപ് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോളർ യുദ്ധം അല്ലെങ്കിൽ ഈ വ്യാപാര യുദ്ധം, ഈ ബ്രിക്സുമായി ബന്ധപ്പെട്ട ഈ രാജ്യങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം, ഇത് മറ്റു പലതിലേക്കും
രാജ്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അമേരിക്കക്ക് മുൻപിൽ അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളുടെ പദ്ധതികളിൽ ഇടപെടരുത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ മാറ്റി നിർത്തിയുള്ള ഒരു ഇടപാടിനും ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ തയ്യാറല്ല. റഷ്യൻ കമ്പോളത്തിൽ നിന്നും ചുരുങ്ങിയ നിരക്കിലാണ് ഇന്ത്യ എണ്ണ സ്വീകരിക്കുന്നത്. ഇത് നിർത്തലായാൽ എണ്ണവില വർധനവ് ഉൾപ്പെടെ സംഭവിക്കുകയും രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. ഈ ഒരു എണ്ണ വാങ്ങലിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം, ആയുധ രംഗങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളും ഡിഫൻസ് സംവിധാനങ്ങളും എല്ലാം ഇന്ന് നിൽക്കുന്നത് ഈ പറയുന്ന റഷ്യയുമായുള്ള സഹകരണത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ കടുത്ത ഉപരോധം എന്ന നിലയ്ക്ക് വലിയ ചുങ്കം ചുമത്താൻ അമേരിക്ക തയ്യാറായപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് F-35 യുദ്ധവിമാനങ്ങൾ വേണ്ട എന്നാണ് അമേരിക്കക്ക് മുൻപിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇങ്ങനെയൊക്കെ ഇന്ത്യ അമേരിക്കക്ക് മറുപടി നൽകുന്നുമൊക്കെയുണ്ട്. ഈ വലിയ സാമ്പത്തിക പ്രയാസം അമേരിക്കക്ക് ഉണ്ടാക്കാൻ കാരണമാകും ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ രാജ്യങ്ങൾ കൈക്കൊണ്ടാൽ. എന്നാൽ ഈ സഹകരണം അവസാനിപ്പിക്കണമെങ്കിൽ ഇത്തരം രാജ്യങ്ങൾ അസ്വസ്ഥമായിരിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമീപകാലത്ത് ഇന്ത്യക്കെതിരായ പല നീക്കങ്ങളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയൽ രാജ്യമായ പാകിസ്ഥാന് പിന്തുണ നൽകുന്നതിലൂടെയും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇന്ത്യാവിരുദ്ധതയുടെ മുഖമായ പട്ടാള മേധാവി അസിം മുനീറിന് വൈറ്റ് ഹൗസിൽ ട്രംപ് ഒരു സൽക്കാരം നൽകുന്നതും തുടർന്ന് അമേരിക്കൻ ആയുധങ്ങൾ പാകിസ്ഥാന് ലഭ്യമാക്കുമെന്നുള്ള ആശങ്കകളും ഒപ്പം തന്നെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ച അസീം മുനീറിനെ മറ്റൊരു പർവേഷ് മുഷറഫിനെ പോലെ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതിന് പിന്നിലും അമേരിക്കയുടെ കറുത്ത കരങ്ങളുണ്ട്. അതിനുശേഷം ഇന്ത്യാവിരുദ്ധമായ നിലപാടുകളുമായാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സാഹചര്യത്തോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്കയിലെ വിസ നിയമങ്ങൾ വന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സാരമായി ബാധിക്കുന്ന പ്രശ്നമായിരുന്നു ഇത്. മറ്റൊന്ന് കുടിയേറ്റ നിയമമാണ്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് സൈനിക വിമാനത്തിൽ ബന്ദികളാക്കി ഇന്ത്യയിൽ കൊണ്ടിറക്കി ഇന്ത്യയെ വലിയ തരത്തിൽ നാണം കെടുത്തിയതും വലിയ പ്രശ്നങ്ങളിലേക്ക്, രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഇന്ത്യയിൽ നയിച്ചതൊന്നാണ്. മറ്റൊന്നാണ് വ്യാപാര നികുതി ഏർപ്പെടുത്തിയത്. മറ്റൊന്നാണ് GSP അഥവാ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് ദ പ്രിഫറൻസ് പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യയെ അമേരിക്ക പുറത്താക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക നികുതി കൂടി അമേരിക്ക ഏർപ്പെടുത്തി. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതസ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അമേരിക്ക പല ഘട്ടങ്ങളിലായി വിമർശനങ്ങൾ ഉന്നയിച്ചു രംഗത്ത് വന്നതും ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ബ്രിക്സ് വേദികളിൽ പോലും രൂക്ഷമായ എന്തെങ്കിലും നിലപാടുകൾ കൈക്കൊണ്ടിട്ടില്ല എന്ന് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്നിട്ടും ഇന്ത്യയെ അമേരിക്ക ഉപരോധത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. ബ്രിക്സുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ അട്ടിമറിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു എന്നായിരുന്നു ബ്രസീൽ പ്രസിഡന്റ് ഡി സിൽവ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കെതിരായുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറ്റൊരു തലം അമേരിക്ക തേടുന്നു എന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഇതിൻ്റെ മറ്റൊരു വശമാണോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ട്രംപ് ശ്രമിക്കുന്നതിന് പിന്നിൽ എന്നുമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്നാൽ എപ്പോൾ എങ്ങനെ നീങ്ങുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുവാനും അത് ഇന്ത്യക്കാർ തന്നെ വാങ്ങുവാനും ജനങ്ങൾ തയ്യാറാകണം എന്ന ആഹ്വാനം രാജ്യത്തോട് നടത്തിയിട്ടുള്ളത്. അത്തരമൊരു നീക്കങ്ങൾ, വലിയ ഉപരോധവും അമേരിക്ക ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടം വന്നാൽ ഇത്തരം നീക്കങ്ങളിലൂടെ നമുക്കറിയാം ലോകരാജ്യങ്ങൾ വളരെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ നടുങ്ങിയ ഒരു ഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നോക്കിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടോ എന്ന്. കാരണം ഇന്ത്യ ആ സമയത്ത് സാമ്പത്തികമായി ഭദ്രതയിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറി എന്നതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഒരു തലത്തിലേക്ക് നയിക്കുമോ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വികസനവും അതോടൊപ്പം തന്നെ വാങ്ങലുകളും എന്നത് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ ആ സാധ്യതകളെ ഇന്ത്യയിലെ അഥവാ അമേരിക്കയുടെ ഉപരോധ സാധ്യതകളെ
ഇന്ത്യ ആ അർത്ഥത്തിൽ എടുത്തിട്ടില്ലെങ്കിലും പക്ഷേ അത്തരം സൂചനകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യ കൈക്കൊള്ളേണ്ട നിലപാടുകൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നു. അത് പ്രശംസനീയമാണ് എന്നും പറയാതെ തരമില്ല.